ഏജന്റ് സ്മിത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെട്രിക്സ് മൂവി ആയിരിക്കും ഓർക്കുന്നത്. എന്നാൽ ഞാൻ ഇന്ന് ഏതെങ്കിലും മൂവിയെ പറ്റിയല്ല പറയാൻ പോകുന്നത്. ഏജന്റ് സ്മിത്ത് ഇറ്റ്സ് എ വൈറസ്. ഇതിനുള്ളിൽ തന്നെ 25 മില്യൺ പീപ്പിൾസിന്റെ ഫോണിൽ ഇത് അഫക്റ്റഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ ഈ വൈറസ് കൊണ്ട് അഫക്റ്റഡ് ആണോ അല്ലയോ എന്ന് അറിയാനുള്ള ചാൻസ് ആണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. കാരണം 15 മില്യൺ അഫക്റ്റഡ് പീപ്പിൾ ഇന്ത്യക്കാരാണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നതെന്ന് അറിയില്ല. സോ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ് ഫ്രണ്ട്സ്. ദിസ് ഈസ് പ്രശാന്ത് ആൻഡ് യു ആർ വാച്ചിങ് ഡാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏജന്റ് സ്മിത്ത് എന്താണെന്ന് അറിയുന്നതിന് നിങ്ങൾ തീർച്ചയായും വൈറസ് എന്താണ് തീർച്ചയായും അറിയണം. വൈറസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഫോണിലുള്ള ഫംഗസ്, ബാക്ടീരിയ എന്നൊക്കെയായിരിക്കും ആലോചിക്കുന്നത്. നോ ഫ്രണ്ട്സ്, ഇറ്റ്സ് എ പ്രോഗ്രാം. നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറും എല്ലാം വർക്ക് ചെയ്യുന്നത് പ്രോഗ്രാം അടിസ്ഥാനത്തിലാണ്. ഇത്തരം ഒരു പ്രോഗ്രാം തന്നെയാണ് വൈറസ്. പിന്നീട് എന്തുകൊണ്ടാണ് ഇതിനെ വൈറസ് എന്ന് വിളിക്കുന്നത്? കാരണം മനുഷ്യ ശരീരത്തെ അഫക്ട് ചെയ്യുന്ന വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ വേഗത്തിലാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ വൈറസ്. ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് അതീവ വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിനെ കമ്പ്യൂട്ടർ വൈറസ് എന്ന് വിളിക്കുന്നത്. ഇന്റർനെറ്റ് വേൾഡിൽ പലതരത്തിലുള്ള വൈറസ് ഉണ്ട്. ബുക്കീറ വൈറസ്, ബർഡ് വൈറസ്, ക്വിക്ക് വൈറസ്, ഐ ലവ് യു വൈറസ്. എന്നാൽ ഇത്തരത്തിലുള്ള വൈറസിൽ നിന്നെല്ലാം ഏജന്റ് സ്മിത്തിനെ വ്യത്യസ്തനാക്കുന്നത് ഏജന്റ് സ്മിത്തിന്റെ സ്പ്രെഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിലാണ് 25 മില്യൺ ഫോണിൽ ഇത് അഫക്ട് ചെയ്തേക്കുന്നത്. സാധാരണ വൈറസ് ഒരാളുടെ ഫോൺ സ്ലോ ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഏജന്റ് സ്മിത്ത് ചെയ്യുന്നത് പരസ്യങ്ങൾ കാണിക്കുകയാണ്, അതായത് ആഡ്സ് കാണിക്കുകയാണ്. ഇതുവരെ മനസ്സിലാക്കിയിടത്തോളം ഏജന്റ് സ്മിത്തിന്റെ ഡെവലപ്പേഴ്സിന്റെ ഉദ്ദേശം പൈസ സമ്പാദിക്കുകയാണ്, അതും പലതരത്തിലുള്ള ആഡ്സിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ പല സ്വകാര്യ വിവരങ്ങളും ബാങ്ക് ഡീറ്റെയിൽസും യൂസർ ഐഡിയും പാസ്വേഡും പലർക്കും വിൽക്കുന്നതായി ഇതിനോടകം തന്നെ പല ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഏജന്റ് സ്മിത്ത് അതെങ്ങനെയാണ് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിനെ പറ്റി അറിയായിരിക്കും. അതായത് തേർഡ് പാർട്ടി ആപ്സ് ആയ വാട്സ്ആപ്പ്, മെസ്സഞ്ചർ ഇതുപോലെയുള്ള ആപ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് സ്റ്റോർ ആണ് ഗൂഗിളിന്റെ പ്ലേ സ്റ്റോർ. എന്നാൽ ഇത് മാത്രമല്ല ഒരേ ഒരു ആപ്പ് സ്റ്റോർ. അതായത് ആപ്പിളിന്റെ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ, റെഡ്മിയുടെ ആണെങ്കിൽ മീ സ്റ്റോർ. ഇതിനിടെ വളരെ ഫേമസ് ആയിട്ടൊരു ആപ്പ് സ്റ്റോർ ആണ് 9 ആപ്സ്. എന്നാൽ 9 ആപ്സിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ ഒരു മാൽവെയറും കൂടി ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണ്. അതായത് ഏജന്റ് സ്മിത്ത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണ്. ചെക്ക് പോയിന്റ് ഒരു പ്രൈവറ്റ് ഏജൻസിയാണ്, അതായത് ഇന്റർനെറ്റ് സെക്യൂരിറ്റിയെ പറ്റി പഠിക്കുന്ന ഒരു ഏജൻസി. ഈ ഏജൻസിയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ 26% സാംസങ്ങിന്റെ ഫോണും, 6.6% റെഡ്മിയുടെ ഫോണും, 5.5% വിവോയുടെ ഫോണും, 4.4% ഓപ്പോയുടെ ഫോണും ഗ്ലോബലി ഏജന്റ് സ്മിത്ത് വൈറസ് കാരണം അഫക്റ്റഡ് ആണ്. നിങ്ങൾ ചിലർക്കെങ്കിലും സംശയം തോന്നാം, ഗൂഗിൾ പ്ലേ സ്റ്റോർ പോലെയുള്ള ഒരു ഫേമസ് ആയിട്ട് ഒരു ആപ്പ് സ്റ്റോർ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോർ ആയ 9 ആപ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഉത്തരം വളരെ സിമ്പിൾ ആണ്. അതായത് ഗാംബ്ലിംഗ് ആപ്സ് പോലെയുള്ള ഇല്ലീഗൽ ആപ്സ് ഒന്നും നമുക്ക് ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിൽ കിട്ടില്ല. ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 9 ആപ്സ് പോലെയുള്ള തേർഡ് പാർട്ടി ആപ്സിന്റെ സഹായം തേടുന്നത്. 9 ആപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 9 ആപ്പിന്റെ സ്പീഡാണ്. അതായത് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതേ ആപ്പ് അതേ ഇന്റർനെറ്റ് കണക്ഷനിൽ നിന്ന് 9 ആപ്പിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഏകദേശം പകുതി സമയം കൊണ്ട് അതേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഏജന്റ് സ്മിത്ത് ഇതിനുള്ളിൽ 9 ആപ്സിൽ മാത്രമല്ല ഡിറ്റക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിലാണെങ്കിൽ ഇതിനുള്ളിൽ 11 ആപ്സിൽ ഏജന്റ് സ്മിത്ത് ഡിറ്റക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഗൂഗിൾ ഉടൻ തന്നെ സഡൻ ആക്ഷൻ ആയിട്ട് ഈ 11 ആപ്സും പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾ ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഏജന്റ് സ്മിത്തിനെ പറ്റി ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ വൈറസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഏജന്റ് സ്മിത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ഏജന്റ് സ്മിത്ത് തന്റെ കോപ്പീസ് ഉണ്ടാക്കും. അതായത് മെട്രിക്സ് മൂവിയിലെ വില്ലനായ ഏജന്റ് സ്മിത്ത് തന്റെ ക്ലോൺസ് ഉണ്ടാക്കുന്ന പോലെ. അതിനുശേഷം ഈ കോപ്പീസ് അഫക്റ്റഡ് അല്ലാത്ത ആപ്സിനെ പതിയെ അഫക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്സിനെയും ഏജന്റ് സ്മിത്തിന്റെ ഇരകളാകേണ്ടി വരുന്നതാണ്. സാധാരണ ഒരു വൈറസ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നതിനെക്കാട്ടി വളരെ പ്രയാസമാണ് ഏജന്റ് സ്മിത്ത് നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ. കാരണം നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് ഓൾ ഫയൽ നോക്കിയാണെങ്കിൽ ഈ വൈറസിന്റെ പേര് ഗൂഗിൾ അപ്ഡേറ്റർ, ഗൂഗിൾ ഇൻസ്റ്റാളർ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും മറ്റുള്ള ആപ്സ് അപ്ഡേറ്റ് ചെയ്യാനുള്ള APK ഫയൽ ആയിരിക്കും ഇതെന്ന്. എന്നാൽ ഇവിടെയാണ് ഏജന്റ് സ്മിത്ത് മറഞ്ഞിരിക്കുന്നത്. പിന്നീട് എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ ഏജന്റ് സ്മിത്ത് ഉണ്ടോ എന്നറിയുക? വളരെ സിമ്പിൾ ആണ്. ആഡ്സ് നിങ്ങളുടെ ഫോണിൽ കാണുന്നത് കോമൺ ആണ്. അതായത് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആഡ്സ് നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ മെസ്സഞ്ചറും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ട്രമൻഡസ് എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ആഡ്സ് കാണാമെങ്കിൽ നിങ്ങൾക്ക് സംശയിക്കാവുന്നതാണ് നിങ്ങളുടെ ഫോണിൽ ഏജന്റ് സ്മിത്ത് ഉണ്ടോ ഇല്ലയോ എന്ന്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സിൽ പോവുക, ഓൾ ഫയലിൽ പോവുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക ഗൂഗിൾ അപ്ഡേറ്റർ, ഗൂഗിൾ ഇൻസ്റ്റാളർ എന്ന ഏതെങ്കിലും പേരുള്ള ഏതെങ്കിലും APK ഫയൽ ഉണ്ടോ എന്ന്. APK ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉറപ്പിക്കാൻ നിങ്ങളുടെ ഫോൺ ഏജന്റ് സ്മിത്തിന്റെ കൈകൾക്കുള്ളിലാണ്. അഥവാ നിങ്ങളുടെ ഫോണിൽ ഏജന്റ് സ്മിത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആപ്പ് 9 ആപ്പിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ 9 ആപ്പിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഏജന്റ് സ്മിത്ത് അൺഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നില്ല.
കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരിക്കൽ AJSmith നിങ്ങളുടെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സ്വന്തം കോപ്പീസ് ഉണ്ടാക്കും. ആ കോപ്പീസ് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്സിനെയും അഫക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോൺ സെക്യൂർ ആകത്തില്ല, അഥവാ AJSmithന്റെ പിടിയിൽ നിന്ന് മോചിതമാകത്തില്ല. പിന്നീട് ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ടോട്ടലി റീസെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓരോ ആപ്പും ഏതെങ്കിലും സെക്യൂർ ആയിട്ടുള്ള ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോർ, മീ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ, ഇതുപോലുള്ള സെക്യൂർ ആയിട്ടുള്ള ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കും. എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. രോഗം വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനെക്കാട്ടി നല്ല രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ്. നിങ്ങൾ അഥവാ ഇതുവരെ 9 ആപ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ലീഗലായിട്ടുള്ള എല്ലാ ആപ്പും നിങ്ങൾക്ക് ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിൽ തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, താഴെ കാണുന്ന ചുമന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. ഫേസ് ആപ്പിന്റെ മറഞ്ഞിരിക്കുന്ന അപകടത്തെ പറ്റി അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിന്റെ ഹിഡൻ സെർച്ച് റിസൾട്ടിനെ പറ്റി അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.